അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് വഹദത്തു സാലിസ ജുഹൂദുൽ മറത്ത്, സ്ത്രീയുടെ ത്യാഗം എന്നുള്ളത്. ഇതിൽ 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ദാത്തുൻ നിതാഖൈൻ, അതുപോലെ ജായിസത്തു നോബൽ, അതുപോലെ ഫതാത്തുൽ അസ്ർ. ഇതിൽ 1ാമത്തെ യൂണിറ്റാണ് ദാത്തുൻ നിതാഖൈൻ. ഇത് നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. നുലാഹിദു അനുനാക്കിച്ചു, നമുക്കിത് നിരീക്ഷിക്കാം, ചർച്ച ചെയ്യാം. അൽ മറുഹത്തിൻ, ഒരു സ്ത്രീ. അപ്പോൾ ഒരു സ്ത്രീയുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ഉമ്മയാണ്, അൽ ഉമ്മുൻ, അതുപോലെ ഉഖ്താണ്, അസൗജത്തിൻ. ഉമ്മയാണ് സ്ത്രീ, അതുപോലെ സഹോദരിയാണ്, അതുപോലെ ഭാര്യയാണ്. ഇങ്ങനെ സമൂഹത്തിൽ സ്ത്രീയുടെ റോളുകൾ എന്തൊക്കെയാണ്? മാ ദൗറു അൽ മറത്തിൻ ഫിൽ ഹയാത്തിൻ, ഒരു സ്ത്രീയുടെ റോളുകൾ, പങ്ക്. റോളെന്ന് പറഞ്ഞാൽ അവളുടെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവൾ വഹിക്കുന്നത്, ഏതൊക്കെ റോളാണ് അവൾ ജീവിതത്തിലെടുക്കുന്നത് എന്നുള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നിങ്ങളെന്ത് ചെയ്യുക, സ്ത്രീയുടെ റോളുകൾ നിങ്ങളെന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. അവിടെ സ്ത്രീ ആരൊക്കെയാണ്? ഹാലത്താണ്, അതുപോലെ അമ്മത്താണ്, അതുപോലെ ജദ്ദത്ത്, അത് ഹഫീദത്ത്. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ ഒരു സ്ത്രീയുടെ റോളുകൾ സമൂഹത്തിൽ നമുക്ക് വ്യക്തമാക്കാം. നിങ്ങളെന്ത് ചെയ്യുക, സ്വയം ഒന്ന് കണ്ടെത്തിയിട്ട് അവിടെ എഴുതുക. നോട്ട്ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത്, ടെക്സ്റ്റ് ബുക്കിലല്ല. ഇനി അതിന് തൊട്ട് താഴെ പേജ് നമ്പർ 42, നെക്റൗ അൽ ഹിക്കായ താരിഹിയ. നെക്റോ നമുക്ക് വായിക്കാം. ഹിക്കായത്തിൻ താരിഹിയ മീൻസ് ചരിത്ര കഥ. ചരിത്രകഥയാണ്, ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ കഥാരൂപത്തിലാക്കി മാറ്റിയതാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇതിൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞു നിർത്തിയിരുന്നു. ദാത്തുൻ നിതാഖൈൻ എന്നാണ് ഈ കഥയുടെ പേര്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ ബീവിയെ വിളിച്ച പേരാണ് ദാത്തുൻ നിതാഖൈൻ എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം, നിതാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചരട് എന്നർത്ഥം. ദാത്തുൻ നിതാഖൈൻ മീൻസ് 2 ചരടിന് ഉടമയായവൾ, 2 ചരടുള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പേര് വരാനുള്ള കാരണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം എന്നുള്ളത് നോക്കാം. വഫീ ദാലിക്കൽ യൗമിൽ ഹാദിയിൽ മുത്മഇന്ന അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫീഖുഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖുറൂജ ഇലൽ മദീന. വഫീ ദാലിക്കൽ യൗമിൻ, ആ ദിവസം, അൽ ഹാദിയൽ മുത്മഇന്ന, സമാധാനവും ശാന്തിയും നിറഞ്ഞ ആ ദിവസം. വഫീ ദാലിക്കൽ യൗം, ആ ദിവസം. അൽ ഹാദി അൽ മുത്മഇന്ന മീൻസ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ആ ദിവസം. അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചു. എന്താണ് ഉദ്ദേശിച്ചത്? അതുപോലെ വറഫീഖുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉദ്ദേശിച്ചു. അൽ ഖുറൂജ, പുറപ്പെടാൻ. ഇലൽ മദീന, മദീനയിലേക്ക് പുറപ്പെടാൻ ഇവർ 2 പേരും തീരുമാനിച്ചു, ഉദ്ദേശിച്ചു. ഫജഹദത് ലഹുമാ സയ്യിദ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു തുആമൻ വസിക്കായൻ. ഫജഹദത്, ജഹദ മീൻസ് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി. ഫജഹദത് ലഹുമാ, അവർക്ക് 2 പേർക്കും പോകാനുള്ള അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തയ്യാറാക്കി. ലഹുമ, അവർക്ക് 2 പേർക്കും. ആരാണ് തയ്യാറാക്കിയത്? സയ്യിദ അസ്മാ ബീവിയാണ് ഇവർക്ക് തയ്യാറാക്കിയത്. എന്ത്? ഈ അസ്മാ ബീവി ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. തയ്യാറാക്കി. തുആമൻ വസിക്കാൻ, ഭക്ഷണവും അതുപോലെ സിക്കാ, വെള്ളം. തുആമും ഭക്ഷണം, അതുപോലെ വെള്ളവും അസ്മാ ബീവി തയ്യാറാക്കി. വശക്കത്ത് തിൽക്കൽ ഫതാത്തു നിതാഖഹ നിസ്ഫൈനി. എന്നിട്ടോ ഷക്ക എന്ന് പറഞ്ഞാൽ കീറി. വശക്കത്ത്, കീറി. തിൽക്കൽ ഫതാത്തുൻ, ആ യുവതി കീറി. നിതാഖഹ, അവളുടെ ചരട്. നിസ്ഫൈനി, 2 കഷ്ണമായിട്ട് കീറി. അവളുടെ ചരട് 2 കഷ്ണമായിട്ട് കീറി. ഫ റബത്തത് ബി അഹദിഹിമ അൽ കീസ ബിസാനിയ സിക്കായൻ. ഫ എന്നിട്ട് റബത്ത മീൻസ് ബന്ധിപ്പിച്ചു, കെട്ടി. റബത്ത് എന്ന് പറഞ്ഞാൽ ആ വെള്ളവും ഭക്ഷണവും ആ വെള്ളവും എന്ത് ചെയ്തു, അതിൽ കെട്ടി. ഫറബത്ത മീൻസ് ബന്ധിപ്പിച്ചു, കെട്ടി.
ബിയഹദിഹിമ അൽ കീസ് ഒന്ന് ഒരു ചരട് എന്തായി ആ കീസിൽ കെട്ടി. വബിസാനി രണ്ടാമത്തേത് സിക്കായൻ വെള്ളപാത്രവും, രണ്ട് ചരട് കെട്ടി വെള്ളപാത്രവും ഭക്ഷണവും കെട്ടി. എന്നിട്ടോ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കെട്ടിയിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും വെള്ളവും അതുപോലെ ഭക്ഷണവും ഒക്കെ തയ്യാറാക്കിയത്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദലിക്കല്ലാഹു ബി നിതാഖിക ഹാദ നിതാഖൈൻ ഫിൽ ജന്ന. അബ്ദലിക്കല്ലാഹു, അള്ളാഹു നിനക്ക് പകരം തരട്ടെ. ബി നിതാഖിക, ഈ ചരടിന് പകരം അള്ളാഹു നിനക്ക് മറ്റൊരു ചരട് നൽകട്ടെ. ഹാദ നിതാഖൈൻ, ഈ ചരടിന് പകരമായിട്ട്. ഫിൽ ജന്ന, സ്വർഗത്തിൽ. ഈ ചരടിന് പകരമായിട്ട് സ്വർഗത്തിൽ അള്ളാഹു നിനക്ക് മറ്റൊരു 2 ചരട് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുൻദു ദാലികൽ ഹീൻ, ആ ദിവസം മുതൽ, ആ സമയം, മുൻദു ദാലികൽ ഹീൻ, ആ സമയം മുതൽ ലുഖിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹു, അസ്മാ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നു, വിളിക്കപ്പെട്ടു, പേര് വിളിക്കുന്നു. ബിദാത്തി നിതാഖൈൻ, 2 ചരടിന് ഉടമ എന്ന് ആ സമയം മുതൽ നബി സല്ലല്ലാഹു അലൈഹി അസ്മാ ബീവിയെ വിളിക്കപ്പെട്ടു. ഓക്കെ, ഇതാണ് ആ കഥ. ഇനി അതിൻ്റെ ബാക്കി പേജ് നമ്പർ 43. വലമ്മ ആദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖലീലുഹു മക്ക അത അൽ ഫതാത ജദ്ദുഹ അബൂ ഖുഹാഫ കാന അഅമ വഖാല ഇന്ന അബാക്കി ഖദ് ദഹബ ബിമാലിഹി ഫഖാലത് കല്ല യാ അബതി ഇന്നഹു തറക ലനാ മാലൻ കസീറ. വലമ്മ ആദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലെങ്കിൽ പോയപ്പോൾ, ആദര മീൻസ് ഉപേക്ഷിച്ചു പോയി എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചു പോയി. എന്താണ്? വ ഖലീലുഹു, തൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ചു. മക്കയിൽ നിന്നും ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ, ആദറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ അത വന്നു, അൽ ഫതാത, ഈ യുവതിയുടെ അടുത്തേക്ക് വന്നു. ജദ്ദുഹ, അവളുടെ വല്ലിപ്പ. അബൂ ഖുഹാഫ എന്ന വല്ലിപ്പ അസ്മാ ബീവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം കാന ആമ, അദ്ദേഹം അന്ധനായിരുന്നു, അദ്ദേഹം ബ്ലൈൻഡായിരുന്നു, കണ്ണ് കാണില്ല. കാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന അബാക്കി, തീർച്ചയായിട്ടും നിൻ്റെ പിതാവ്, കത് ദഹബ, അവർ പോയി, ബി മാലി, ധനവും കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടാണ് അവർ മക്ക വിട്ടു പോയത്, മദീനയിലേക്ക് പോയതെന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ അസ്മാ ബീവി പറഞ്ഞു, കല്ല, അല്ല, യാ അബതി, അല്ല പിതാവെ, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇന്നഹു, അദ്ദേഹം, തറക്ക ലന മാല കസീറ, ഇന്നഹു, ഞങ്ങളുടെ പിതാവ്, തറക്ക ഉപേക്ഷിച്ചിട്ടുണ്ട്, ലന ഞങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്, മാലൻ കസീറ, ധാരാളം സമ്പത്ത് ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ടാണ് പിതാവ് പോയതെന്ന് പറഞ്ഞു. വലാത്ത് ഹസ ഫിൽ കൂവത്തി, വലാത്ത് വെച്ചു, ഹസ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഫിൽ കൂവത്തി ഒരു പൊത്തിൽ, ഒരു മാളത്തിൽ ഞങ്ങൾക്ക് വേണ്ട പണമൊക്കെ വെച്ചിട്ട് അതിലൊരു കല്ല് വെച്ച് മറച്ചിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ട പണം ഉപേക്ഷിച്ചിട്ടാണ് അവർ മക്ക വിട്ടു പോയത് എന്ന് പറഞ്ഞു. ഖാന അബൂഹ യഹ്ഫളു ഫിഹ അൽ മാല, ഖാന ആയിരുന്നു അബൂഹ, അവളുടെ പിതാവായിരുന്നു, യഹ്ഫളു സംരക്ഷിച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു, ഫിഹ അവൾക്ക്, മാലൻ അവൾക്ക്, പണം അവൾക്ക് എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. ഖാന അബൂഹ, പിതാവായിരുന്നു, യഹ്ഫളു സൂക്ഷിച്ചു, ഫിഹ അതിൽ, മാലൻ ആ പൊത്തിൽ എന്ത് ചെയ്തു, പണം സൂക്ഷിച്ചു വെച്ചിട്ടാണ് പോയതെന്ന് അവൾ പറഞ്ഞു. വാൽഖത്ത് അലേഹി സൗബൻ, എന്നിട്ടോ വാൽഖത്ത് ഇട്ടു, അലേഹി അതിൻ്റെ മേലിൽ, സൗബൻ ഒരു വസ്ത്രം, അതായത് ഒരു പൊത്തിൽ കുറച്ച് പണം വെച്ച് അതിൻ്റെ മുകളിൽ കല്ല് വെച്ച്, ആ കല്ലിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ടിട്ടാണ് മദീനയിലേക്ക് ഹിജ്റ പോയതെന്ന് അസ്മാ ബീവി പറഞ്ഞു. സുമകാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഒന്നൂർ യാബത്തി, പിതാവെ നോക്കൂ, ഖം തറക്കലനാ മൈനൽ മാലിൻ, എത്ര സമ്പത്താണ്, എത്ര പണമാണ് ഞങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടുള്ളത്. ഖം തറക്ക, എത്രയാണ് ഉപേക്ഷിച്ചത്, ലന ഞങ്ങൾക്ക്, മിനൽ മാലിൻ സമ്പത്തിൽ നിന്ന്.
വല യദഹു അലേഹി, എന്നിട്ട് അതിൻ്റെ മേലിൽ കൈവച്ചു, ആ കല്ലിൻ്റെ മേൽ. എന്നിട്ട് ഈ അസ്മാ ബീവിയുടെ പിതാവ് വല്ലിപ്പ അതിൽ കൈവച്ചിട്ട് പറഞ്ഞു, വക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാബസ്, എന്നാൽ പ്രശ്നമില്ല, എന്നാൽ കുഴപ്പമില്ല, ഇതാ കാന തറക്ക ലക്കും ഹാദ ഫഖത്ത് അഹ്സൻ, ഇതാ കാന ആണെങ്കിൽ, തറക്ക അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ലക്കും നിങ്ങൾക്ക്, നിൻ്റെ പിതാവ് നിങ്ങൾക്ക് പണം ഇവിടെ മാറ്റി വെച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഹാദ ഫഖത്ത് അഹ്സൻ, അത് നല്ലൊരു പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് പണം ഇട്ടേച്ച് പോയതാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ഒരു പ്രവൃത്തിയാണത്. തൻ്റെ മകൾക്ക് വേണ്ടി പണം സ്വരൂപിച്ചാണ് അദ്ദേഹം പോയത്, ഇത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. സല്ലത്തിൽ ബിന്തു, അപ്പോൾ ഈ പെൺകുട്ടി ആശ്വസിപ്പിച്ചു, സ്വാലിഹത്തൻ, ഈ നല്ല സൽവൃത്തിയായ ഈ പെൺകുട്ടി തൻ്റെ ജദ്ദഹ, അവരുടെ പിതാവിനെ, വല്ലിപ്പയെ എന്ത് ചെയ്തു, സമാധാനിപ്പിച്ചു, അല്ല പ്രിയപ്പെട്ട പിതാവിനെ സമാധാനിപ്പിച്ചു. ബി അമലിഹ ഹാദ യോമുൽ ഹിജ്റ, ബി അമലിഹ അവരുടെ പ്രവർത്തനം കൊണ്ട്, ഹാദ ഈ പ്രവർത്തനം കൊണ്ട്, യോമുൽ ഹിജ്റ ഈ പിതാവിൻ്റെ പാലായന ദിവസം, ഈ പാലായന ദിവസം സൽവൃത്തിയായ പെൺകുട്ടി പ്രിയപ്പെട്ട വല്ലിപ്പയെ തൻ്റെ കർമ്മം കൊണ്ട് ആശ്വസിപ്പിച്ചിരിക്കുന്നു. പിന്നെ ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബുഹു ഫിൽ ആരി സലാസത്തി അയ്യാം, ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടി പാർത്ത് താമസിച്ചു. വസ്വാഹിബുഹു തൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിച്ചു. ഫിൽ ആറിൻ, ഫിൽ ആർ മീൻസ് ഹിറാ ഗുഹയിൽ, സലാസത്ത് അയ്യാമിൻ 3 ദിവസം ഹിറാ ഗുഹയിൽ താമസിച്ചു. വകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുത്മൈനു സ്വാഹിബഹു ഹീന യറാഹു ഖലികൻ, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുത്മൈനു സമാധാനിപ്പിച്ചു, സ്വാഹിബഹു തൻ്റെ കൂട്ടുകാരനെ, ഹീന യറാഹു കണ്ടപ്പോൾ, ഖലികൻ അസ്വസ്ഥനായിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായിക്കൊണ്ട്, അസ്വസ്ഥനായിക്കൊണ്ട് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹു മഅന, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വഹാദിൽ ഫതാത്തു നശീത, ഈ വഹാദിൽ ഫതാത്ത്, ഈ യുവതി, നശീത മീൻസ് നല്ല ആക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല തൻ്റെ ഇടമുള്ള എന്ന് പറയാം. ഈ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല തൻ്റെ ഇടമുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ള ഈ യുവതി എന്ത് ചെയ്തു, കാനത്ത് ആയിരുന്നു, എത്തിച്ചു കൊടുത്തു, ബിത്ത് ആമിൻ ഭക്ഷണം, സലാസിലയാലിൻ 3 രാത്രിയും, ഇലാ ജബലി സൗറിൻ ഹിറാ ഗുഹയിൽ 3 രാത്രി എന്ത് ചെയ്തു, ഈ നല്ല സ്മാർട്ടായുള്ള പെൺകുട്ടി 3 രാത്രികളും ഭക്ഷണവുമായി ഈ സൗർ പർവ്വതത്തിലേക്ക് വരുമായിരുന്നു. 3 ദിവസം എന്താണ് ഈ സൗർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ വന്നിട്ട് ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും.